ചർച്ച ചെയ്യുന്ന കണ്ടന്റ് കൊണ്ട് മാത്രം മലയാള സിനിമ ഇന്ന് ലോകവേദികളിൽ തലയുയർത്തി നിൽക്കുകയാണ്. ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന കഥ പറച്ചിലും വിട്ടുവീഴ്ചയില്ലാത്ത റിയലിസവും നമ്മുടെ സിനിമകളെ മറ്റു ഭാഷാ സിനിമകളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു. എന്നാൽ ഈ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയങ്ങൾക്കിടയിലും വിട്ടുമാറാത്ത കരിനിഴൽ പോലെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. കോടികളുടെ കളക്ഷൻ വാരിക്കൂട്ടിയ അവാർഡുകൾ വാങ്ങിയ നമ്മുടെ പല പ്രഗത്ഭ സംവിധായകരും പെട്ടെന്നൊരു നാൾ എങ്ങോട്ടാണ് അപ്രത്യക്ഷരാകുന്നത്? നോർത്ത് 24 ഘാതം, സപ്തമശ്രീ തസ്കര പോലുള്ള മികച്ച സിനിമകൾ എടുത്ത അനിൽ രാധാകൃഷ്ണ മേനോൻ ഇന്നെവിടെയാണ്? അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തെ പോലെ നിരവധി പേർ മലയാളത്തിൽ നിന്ന് കാണാതെ പോയിട്ടുണ്ട്. അവരെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വെൽക്കം ടു സിനിമോസഫി. നമ്മെ അത്ഭുതപ്പെടുത്തിയ പല സംവിധായകരും പലവിധ കാരണങ്ങളാലാണ് ഇന്ന് സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നത്. നോർത്ത് 24 ഘാതം, സപ്തമശ്രീ തസ്കര തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളത്തിലെ ന്യൂജൻ തരംഗത്തിന്റെ മുൻനിരക്കാരനായ സംവിധായകനാണ് അനിൽ രാധാകൃഷ്ണ മേനോൻ. ദേശീയ അവാർഡ് വരെ നേടിയ അദ്ദേഹം 2018 മുൻ കളക്ടർ പ്രശാന്ത് നായരുമായി ചേർന്ന് എഴുതി സംവിധാനം ചെയ്ത ദിവാൻജി മുല ഗ്രാൻഡ് പ്രിക്സ് എന്ന ചിത്രം വലിയ സാമ്പത്തിക പരാജയമായി മാറി. 5 കോടിയോളം ചെലവിട്ട ചിത്രം ബോക്സ് ഓഫീസിൽ തകർന്നടിയുകയായിരുന്നു. ഇതാണ് അദ്ദേഹം അവസാനമായി ചെയ്ത സിനിമ. ഈ തകർച്ചയിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മറ്റൊരു സംഭവം ഉണ്ടാകുന്നത്. 2019 ഒരു കോളേജ് പരിപാടിക്കിടെ നടൻ ബിനീഷ് ബാസ്റ്റിനുമായി വേദി പങ്കിടാൻ വിസമ്മതിച്ച സംഭവം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. എന്താണ് സത്യമെന്ന് ഇപ്പോഴും പൂർണ്ണമായി അറിയില്ല. അതിൽ ആരുടെ ഭാഗത്താണ് തെറ്റെന്നും ഇപ്പോഴും അറിയില്ല. എന്നാൽ ആ വിഷയത്തിൽ അനിൽ രാധാകൃഷ്ണ മേനോൻ സോഷ്യൽ മീഡിയയിൽ കടുത്ത ബുള്ളിയിങ്ങിന് പാത്രമായി. സാമൂഹിക മാധ്യമങ്ങളിൽ കടുത്ത വിദ്വേഷം നേരിട്ട അദ്ദേഹം പിന്നീട് ഫെഫ്ക ഇടപെട്ടതിലൂടെ മാപ്പ് പറഞ്ഞാണ് പ്രശ്നം പരിഹരിച്ചത്. പിന്നീട് അദ്ദേഹത്തെ പൊതുവേദിയിലോ പൊതു ഇടങ്ങളിലോ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഇനിയൊരു സിനിമ പുറത്തു വരുമോ എന്നുപോലും അറിയില്ല. പക്ഷേ അങ്ങനെ അപ്രത്യക്ഷമായി പോകേണ്ട ഒരാളായിരുന്നില്ല അദ്ദേഹം. 2025 അവസാനത്തോടെ അദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടായി എന്നൊരു വാർത്ത കേട്ടിരുന്നു. അതിനെ തുടർന്ന് വിശ്രമ ജീവിതത്തിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം തിരിച്ചു വരുമെന്നും 7000 കണ്ടി പോലുള്ള സിനിമകൾ സംവിധാനം ചെയ്യുമെന്നും തന്നെയാണ് വിശ്വാസം. കഴിഞ്ഞ പതിറ്റാണ്ടിലെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമയാണ് പ്രേമം. കളക്ഷൻ കൊണ്ട് മാത്രമല്ല, മറിച്ച് ആ സിനിമ പ്രേക്ഷകരെ സ്വാധീനിച്ചത്രത്തോളം ഈ അടുത്ത് മറ്റൊരു സിനിമയും പ്രേക്ഷകനെ സ്വാധീനിച്ചിട്ടില്ല. പ്രേമത്തിൽ നിവിൻ പോളിയുടെ താടിയുള്ള ലുക്ക് ട്രെൻഡായതുകൊണ്ട് മാത്രം താടി വെച്ച് തുടങ്ങിയ നിരവധി പേർ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കുറപ്പാണ്. അത്രയും ഹ്യൂജ് ഹിറ്റ് ആയിരുന്നു ആ സിനിമ. പ്രേമം സംവിധാനം ചെയ്ത അൽഫോൺസ് പുത്രന്റെ കഥ അനിൽ രാധാകൃഷ്ണ മേനോനേക്കാൾ സങ്കടകരമാണ്. നേരം 60 കോടിയിലധികം വാരിയ പ്രേമം എന്നീ ചിത്രങ്ങളിലൂടെ ട്രെൻഡ് സെറ്ററായ അദ്ദേഹം 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പൃഥ്വിരാജിനെ വെച്ച് ചെയ്ത ഗോൾഡ് പരാജയപ്പെട്ടതോടെ ക്രൂരമായ സൈബർ ആക്രമണങ്ങൾക്ക് ഇരയായി. മലയാളത്തിൽ ഒരു സംവിധായകനും അത്രത്തോളം സൈബർ ബുള്ളിയിങ് നേരിട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയെ വരെ ആ സൈബർ ആക്രമണം ബാധിച്ചിരുന്നു. പിന്നീട് വന്ന അദ്ദേഹത്തിന്റെ പല പ്രതികരണങ്ങളിൽ അത് വ്യക്തമായിരുന്നു. ഒടുവിൽ 2023 തനിക്ക് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആണെന്ന് വെളിപ്പെടുത്തിയ അദ്ദേഹം മറ്റാർക്കും ഭാരമാകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഫീച്ചർ ഫിലിം സംവിധാനം ഉപേക്ഷിക്കുന്നതായി അറിയിക്കുകയാണ് ഉണ്ടായത്. ഫഹദ് ഫാസിലുമായുള്ള പാട്ട് ഉൾപ്പെടെയുള്ള വമ്പൻ പ്രൊജക്ടുകളാണ് അദ്ദേഹം ഉപേക്ഷിച്ചത്. ഗോൾഡ് ഒരു മോശം സിനിമയാണെങ്കിൽ പോലും അൽഫോൺസ് പുത്രൻ അത്രയൊന്നും സൈബർ ആക്രമണം അറിയിക്കുന്നില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. നിലവിൽ ബൾട്ടിയിലെ സോഡാ ബാബു എന്ന വില്ലൻ വേഷത്തിലൂടെയും വാഴ 2 അഭിനയ രംഗത്ത് സജീവമാകാൻ ശ്രമിക്കുകയാണ് അൽഫോൺസ് പുത്രൻ. അതിന് നല്ല രീതിയിലുള്ള പ്രേക്ഷക സ്വീകാര്യതയും കിട്ടുന്നുണ്ട്. പക്ഷേ അൽഫോൺസ് പുത്രൻ എന്ന സംവിധായകനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അദ്ദേഹത്തിന്റെ ഒരു സിനിമയെങ്കിലും ഇനിയും തിയേറ്ററിൽ നിന്ന് കാണണം. പുതിയ സിനിമ ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. കട്ട വെയിറ്റിംഗ് ആണ് ആ സിനിമക്ക്. അൽഫോൺസ് പുത്രന്റെ അത്രത്തോളം പോപ്പുലർ ആയിരുന്നില്ലെങ്കിലും സിനിമയെ സീരിയസ് ആയി കാണുന്നവർക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ട സംവിധായകനാണ് അരുൺകുമാർ അരവിന്ദ്. പ്രിയദർശന്റെ പ്രിയപ്പെട്ട എഡിറ്റർമാരിൽ ഒരാളായിരുന്ന അരുൺകുമാർ അരവിന്ദ് 2010 കോക്ടെയിൽ എന്ന സിനിമയിലൂടെയാണ് സംവിധായകനാകുന്നത്. ഒരു കനേഡിയൻ സിനിമയുടെ അൺഒഫീഷ്യൽ റീമേക്ക് ആയിരുന്നുവെങ്കിലും കോക്ടെയിൽ അത്യാവശ്യം ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയായിരുന്നു. പിന്നീട് മുരളി ഗോപിയുടെ തിരക്കഥയിൽ ഈ അടുത്ത കാലത്ത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് തുടങ്ങിയ സിനിമകളും അദ്ദേഹം ചെയ്തു. 2013 സംവിധാനം ചെയ്ത ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന പൊളിറ്റിക്കൽ ചിത്രം വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് ഉയർത്തിയത്. ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രത്തിന് CPIM നേതാവ് പിണറായി വിജയനുമായുള്ള സാമ്യം ചർച്ചയായതോടെ കണ്ണൂർ പോലുള്ള പാർട്ടി കേന്ദ്രങ്ങളിലും സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലും സിനിമയുടെ പ്രദർശനം തടയപ്പെട്ടു. വലിയ ക്ഷീണമാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് മൂലം അദ്ദേഹത്തിന്റെ കരിയറിന് ഉണ്ടായത്. പിന്നീട് ഫഹദ് ഫാസിൽ നായകനായി വന്ന 1/2 എന്ന സിനിമയും വിവാദങ്ങൾക്ക് കാരണമായി. ചിത്രത്തിന്റെ ബഡ്ജറ്റും സമയവും വർദ്ധിച്ചതുമായി ബന്ധപ്പെട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അദ്ദേഹത്തെ
അദ്ദേഹത്തിന് താൽക്കാലിക വിലക്കേർപ്പെടുത്തി. തുടർന്നു വന്ന കാറ്റ്, അണ്ടർവേൾഡ് തുടങ്ങിയ ചിത്രങ്ങളും പരാജയപ്പെട്ടതോടെ അദ്ദേഹം പുതിയ പ്രൊജക്ടുകൾ ഇല്ലാതെ ഇൻഡസ്ട്രിയിൽ നിന്ന് അകന്നു. ഇപ്പോൾ കുറേയായി അദ്ദേഹത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളില്ല. മുമ്പ് പറഞ്ഞ സംവിധായകരെ പോലെ അത്ര ജനകീയനാവാത്ത എന്നാൽ മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നെടുത്ത സംവിധായകനാണ് മാധവ് രാംദാസ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാലോ ഫോട്ടോ കണ്ടാലോ അധിക പേർക്കും അറിയാനിടയില്ല. എന്നാൽ അദ്ദേഹം ചെയ്ത സിനിമയുടെ പേര് പറഞ്ഞാൽ സിനിമയെ സീരിയസ് ആയി കാണുന്ന ഏതൊരു പ്രേക്ഷകനും പെട്ടെന്ന് മനസ്സിലാകും. മേൽവിലാസം. മലയാളത്തിൽ ഇന്നുവരെ ഇറങ്ങിയ മികച്ച സിനിമകളുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്ന ഒരു സിനിമ മേൽവിലാസമായിരിക്കും. അത്രയും മികച്ച സിനിമയാണത്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കണം. മേൽവിലാസം, അപ്പോത്തിക്കിരി, ഇളയരാജ എന്നീ 3 സിനിമകളാണ് അദ്ദേഹം മലയാളത്തിൽ ചെയ്തത്. ഇതിൽ ഇളയരാജ ഞാൻ കണ്ടിട്ടില്ല. മേൽവിലാസവും അപ്പോത്തിക്കിരിയും മികച്ച സിനിമകളാണ്. പിന്നീട് ഈ വർഷം ഫെബ്രുവരിയിൽ ശരത് കുമാറിനെ നായകനാക്കി ആഴി എന്നൊരു തമിഴ് സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. അതും കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ സിനിമകളിൽ വാണിജ്യ ചേരുവകൾ ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് നിർമ്മാതാക്കളെ കിട്ടാൻ പ്രയാസമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും മാധവ് രാംദാസിനെ പോലുള്ള സംവിധായകരെ മലയാളത്തിന് ആവശ്യമുണ്ട്. ബാംഗ്ലൂർ ഡേയ്സ് പോലുള്ള വൻ ഹിറ്റുകൾ സമ്മാനിച്ച അഞ്ജലി മേനോന്റെ അവസാനമിറങ്ങിയ വണ്ടർ വുമൻ സമ്മിശ്ര പ്രതികരണമാണ് നേടിയത്. അതിനൊപ്പം വിമൻ ഇൻ സിനിമ കളക്റ്റീവിലെ സജീവ ഇടപെടലുകളും സിനിമാ മേഖലകളിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും കാരണം അഞ്ജലി മേനോൻ ഒരു പരിധിവരെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമായി സംവിധാനത്തിലെ വലിയ സാമ്പത്തിക റിസ്ക് തിരിച്ചറിഞ്ഞ് സ്മാർട്ടായി കളം മാറ്റി ചവിട്ടിയ ആളാണ് അൻവർ റഷീദ്. രാജമാണിക്യം, ഉസ്താദ് ഹോട്ടൽ തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്ററുകൾക്ക് ശേഷം അദ്ദേഹം തന്റെ ശ്രദ്ധ നിർമ്മാണത്തിലേക്ക് മാറ്റി. പ്രേമം, പറവ, ആവേശം തുടങ്ങി വമ്പൻ ഹിറ്റുകൾ നിർമ്മിച്ച് അദ്ദേഹം സിനിമയിൽ സജീവമായുണ്ട്. പഴയകാല ഹിറ്റ് മേക്കർമാരായ സിബി മലയിൽ, കമൽ, രഞ്ജിത്ത് എന്നിവർക്ക് 2011നും 2021നും ഇടയിൽ പ്രേക്ഷകരുടെ അഭിരുചികളിൽ വന്ന വലിയ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ പോവുകയും പഴയ ശൈലിയിൽ തന്നെ തുടർന്നതിനാൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങി പതുക്കെ സിനിമയിൽ നിന്ന് പിന്തള്ളപ്പെടുകയും ചെയ്തു. ഈ സംവിധായകരുടെ പിന്മാറ്റത്തിന് കാരണം അവരുടെ കഴിവിന്റെ കുറവല്ല, മറിച്ച് മലയാള സിനിമയെ വിഴുങ്ങുന്ന അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധികളാണ്. മുൻപ് സിനിമയുടെ നിയന്ത്രണം നിർമ്മാതാക്കളുടെ കയ്യിലായിരുന്നുവെങ്കിൽ ഇന്ന് അത് പൂർണ്ണമായും താരങ്ങളുടെ കൈകളിലാണ്. ഒരു സിനിമയുടെ ആകെ ബഡ്ജറ്റിന്റെ 40 മുതൽ 60% വരെ താരങ്ങളുടെ പ്രതിഫലത്തിനായി മാറ്റിവെക്കേണ്ടി വരുന്നു. എ ലിസ്റ്റിൽ ഇല്ലാത്ത പുതിയ താരങ്ങൾ പോലും കോടികളാണ് പ്രതിഫലം ചോദിക്കുന്നത്. ഇതിന്റെ ഫലമായി വലിയ സാമ്പത്തിക നഷ്ടമാണ് മലയാള സിനിമ നേരിടുന്നത്. 2024 പുറത്തിറങ്ങിയ 200ഓളം ചിത്രങ്ങളിൽ വെറും 24 മാത്രമാണ് സാമ്പത്തിക വിജയം കണ്ടത്. ആ വർഷം മാത്രം മലയാള സിനിമയ്ക്കുണ്ടായ നഷ്ടം 700 കോടിയോളം രൂപയാണ്. 2025 എത്തുമ്പോൾ അവസ്ഥ കൂടുതൽ ദയനീയമായി. 180 പരം സിനിമകളിൽ വെറും 8 മാത്രമാണ് സൂപ്പർ ഹിറ്റായത്. ഇതിന് പുറമെ ഇരട്ട നികുതിയുടെ ഭാരവും മലയാള സിനിമക്കുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ വിനോദ നികുതിയും കൂടി നൽകുമ്പോൾ തിയേറ്റർ വരുമാനത്തിന്റെ 30% നികുതിയായി പോകുന്നുണ്ട്. അതായത് 100 കോടി നേടുന്ന ഒരു സിനിമയിൽ നിന്ന് 30 കോടി നികുതി കിഴിച്ച് തിയേറ്റർ വീതവും കഴിഞ്ഞ് നിർമ്മാതാവിന്റെ കയ്യിൽ എത്തുന്നത് വെറും 27 കോടി മാത്രമാണ്. കോവിഡ് കാലത്ത് OTT പ്ലാറ്റ്ഫോമുകൾ നൽകിയിരുന്ന സാമ്പത്തിക സുരക്ഷിതത്വവും ഇപ്പോൾ കിട്ടുന്നില്ല എന്നതും വലിയ പ്രശ്നമാണ്. തിയേറ്ററിൽ വൻ വിജയം നേടുന്ന ചിത്രങ്ങൾ മാത്രമേ OTTക്കാർ ഇപ്പോൾ വാങ്ങുന്നുള്ളൂ. ഇത് വലിയ പരീക്ഷണ ചിത്രങ്ങൾ ചെയ്യുന്ന സംവിധായകരെ പൂർണ്ണമായും പ്രതിസന്ധിയിലാക്കി. പെട്ടെന്നുണ്ടാകുന്ന ഒരു സിനിമയുടെ പരാജയം പോലും സംവിധായകന്റെ കരിയർ തന്നെ ഇല്ലാതാക്കുന്ന ക്രൂരമായ ഒരിടമായി മലയാള സിനിമ ഇന്ന് മാറിയിരിക്കുന്നു. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സൈബർ ആക്രമണവും ഇതിനൊരു കാരണമാകുന്നുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമന്റിൽ പങ്കുവെക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ ഐഡിയോളജി, അനാലിസിസ് ഒക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.